ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ വണ്ടർ കിഡായ എൻട്രിക്കിന് സമീപകാലത്ത് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാറില്ല. നമുക്കറിയാം, കുറച്ചു കാലം അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തിയിട്ടുണ്ട്. പക്ഷേ സാബിക്ക് കീഴിൽ ഇനി അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളത് എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബ്രസീലിയൻ താരത്തെക്കുറിച്ചുള്ള ഒരുപാട് റൂമറുകളും റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത്, നിലവിൽ ഗോൺസാലോ ഗാർഷ്യ ഗംഭീര പ്രകടനമാണ് റയലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാബി സ്ഥിരമായി അവസരങ്ങൾ നൽകുന്നത് കൊണ്ട് തന്നെ ഗോൺസാലോ ഗാർഷ്യ ഇപ്പോൾ റയൽ മാഡ്രിഡ് വിട്ടുപോവാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രണ്ട് താരങ്ങളെയും ഒരുമിച്ച് വേണ്ട എന്ന ഒരു നിലപാട് റയലിനുണ്ട് എന്നാണ് ചില സ്പാനിഷ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ റയൽ മാഡ്രിഡ് കൈവിടാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇന്നലെ നടക്കുകയും ചെയ്തിരുന്നു. അതായത്, റയലിന്റെ ഡയറക്ടറായ ഹൊസെ ഏഞ്ചൽ സാഞ്ചസുമായി എൻട്രിക്കും അദ്ദേഹത്തിന്റെ ക്യാമ്പും കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ചുകൊണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ക്ലബ്ബ് വിടുന്നതിനെ കുറിച്ചാണ് പ്രധാനമായും ഇവർ സംസാരിച്ചിട്ടുള്ളത്. ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസിന് ഇപ്പോഴും താല്പര്യമുള്ള ഒരു താരമാണ് എൻട്രിക്ക്. കാരണം അവർക്ക് ഒരു സ്ട്രൈക്കറെ വേണം. ഡുസാൻ വ്ളഹോവിച്ചിന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. ഒരു സ്ട്രൈക്കർക്ക് വേണ്ടിയുള്ള യുവന്റസിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. നിലവിൽ എൻട്രിക്കിൽ യുവന്റസിന് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. റയലിൽ ഇനി കൂടുതൽ സമയം കളിക്കാൻ തനിക്ക് ലഭിക്കില്ല എന്നത് ഏറെക്കുറെ ഈ താരത്തിന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഗോൺസാലോ ഗാർഷ്യ ആ ഒരു സ്ഥാനം തട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് പോവാനാണ് ഇപ്പോൾ എൻട്രിക്ക് ആഗ്രഹിക്കുന്നത്. റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ ലോണിൽ കൈവിടാനാണ് സാധ്യതകൾ എന്നുകൂടി സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എൻട്രിക്കിന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഏതായാലും ഈ സമ്മറിൽ അദ്ദേഹം റയൽ വിട്ടുപോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.